ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനും അതേപോലെ തന്നെ പ്രിക്കോഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഇല്ല, ഇപ്പൊ നമുക്ക് ആൾറെഡി ഇപ്പൊ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 പേര് മിസ്സിംഗ് ആണ്. ഇപ്പൊ നമ്മൾ നിലവിലുള്ള വിവരങ്ങൾ അനുസരിച്ച് 5 പേര് മിസ്സിംഗ് ആണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. ആ 5 പേരെ കണ്ടെടുത്താനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിലുള്ളിൽ പറ്റുകിടക്കുന്നതാണ് നമ്മളുടെ ഒരു നിഗമനം. അപ്പോൾ അവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പ്രിയോറിറ്റി അതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 9 പേര് ചികിത്സയിലുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ. അവർക്ക് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് പ്രിയോറിറ്റിയിൽ 3 പേര് മരണപ്പെട്ട് ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടിയ പോസ്റ്റ്മോർട്ടമും മറ്റ് ലീഗൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടവും അതുപോലെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും അതുപോലെ വോളണ്ടിയേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ കുറേ വോളണ്ടിയർമാരുണ്ട്. ഇവരുടെ എല്ലാവരുടെ സഹായത്തോടു കൂടി ഇവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ സജ്ജമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാമ്പ് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ തൊട്ടടുത്ത് കുറച്ച് ക്യാമ്പ് ഇവിടെ റെഡ് അലർട്ടാണ്. ഉച്ച 1 മണി തൊട്ട് ഇവിടെ റെഡ് അലർട്ട് വയനാട്ടിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മറ്റേ വൾണറബിൾ ഏരിയാസിലുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ച് ക്യാമ്പിൽ പാർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു 4 ക്യാമ്പ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെയും എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ക്യാമ്പിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഓൾറെഡി ഇന്ന് റെഡ് അലേർട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള ഒരു ഏരിയ ആണ്. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ കുറേ ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയൊരു പ്രയാസം വരികയാണെങ്കിൽ ഇങ്ങനെയുള്ളത് കൊണ്ട് എങ്ങനെയാണ് അതിനെ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും? അല്ല, അവിടെ കുറച്ച് പേര് ഇത് അപ്പുറത്ത് ജീവിക്കുന്നുണ്ട്. അവരെ ആൾറെഡി ക്യാമ്പ് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയ ഫുഡും മറ്റു സൗകര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്യുന്നുണ്ട്.